ഇന്ന് ശബരിമല സ്വർണ്ണമോഷണ കേസ് അത് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേസ് പരിഗണിച്ചപ്പോൾ കോടതി SITയെ പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിലയിരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് പ്രതിപക്ഷത്തിനും നാട്ടിലെ മാധ്യമങ്ങൾക്ക് മാത്രമാണ്. കോടതിക്കില്ലാത്ത പ്രശ്നവും പ്രതിസന്ധിയുമാണ് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും മുന്നിലുള്ളത്. ഇന്നും ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു, അന്വേഷണ പുരോഗതി അല്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ SIT നിൽക്കുന്നു എന്നൊക്കെ എഴുതി കാണിക്കുന്ന ചില മാധ്യമങ്ങളെ ഇന്ന് കണ്ടിരുന്നു. പക്ഷേ കോടതി ഇതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. കോടതി ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും ഏറ്റവും നിർണായകമായി പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തി അന്വേഷണ സംഘം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ, വളരെ കൃത്യമായ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് അവരോട് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന, കേസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എല്ലാ കാര്യങ്ങളും നേരിട്ട് നിയന്ത്രിക്കുന്ന ഹൈക്കോടതിക്കില്ലാത്ത അതൃപ്തിയാണ് നാട്ടിലെ മാധ്യമങ്ങൾക്ക്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ സ്വാഭാവികമായി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പോകാത്തത് കൊണ്ടുള്ള അതൃപ്തിയാണ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ മാധ്യമങ്ങൾ എന്തിനാണ് അതിന് കുടപിടിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഹൈക്കോടതിയാണോ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ആ രീതിയിലാണ് മാധ്യമങ്ങളുടെ സമീപനം. ആ മാധ്യമ വിചാരണയൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എന്ത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് റിപ്പോർട്ടുകളാണ് ഇന്ന് കോടതിയിലേക്ക് വരാൻ സാധ്യത. ഒന്ന് SIT, അതായത് 2019 ഈ സ്വർണ്ണമോഷണം അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട്. മറ്റൊന്ന് 2019 മുൻപുള്ള സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം നടത്തുന്ന വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഇത് രണ്ടും ഇന്ന് കോടതിയിലേക്ക് വരാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ വീണ്ടും സ്വർണ്ണപ്പാളികൾ ശേഖരിച്ചിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലങ്ങളും ഒരുപക്ഷെ ഇന്ന് കോടതിയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അമൽ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശബരിമല സ്വർണ്ണമോഷണ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന ദിവസമാണ്. സ്വാഭാവികമായും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി SIT അറിയിക്കും. ഒപ്പം തന്നെ ഈ കൊടിമരക്കൊള്ളയിലെ റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അറിയിക്കാനുള്ള സാധ്യതയുമുണ്ടോ? മനോ, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുക. അടച്ചിട്ട കോടതി മുറിയിലാകും കേസ് പരിഗണിക്കുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി അടക്കം ഇന്ന് കോടതിയെ അറിയിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് അത് സമർപ്പിക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടക്കാല ഉത്തരവ് ഏറെ നിർണായകമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2017 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വർണ്ണക്കൊള്ള UDFന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ആ സ്വർണ്ണക്കൊള്ള, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായ ഒരു സാഹചര്യമാണ്. കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ 2014 മുതൽ 16 വരെയുള്ള 2 വർഷങ്ങളിൽ കൃത്യമായ ഗൂഢാലോചന നടത്തുകയും 2017 ഈ കൊടിമരം അത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സ്വർണവും പണവും ഒക്കെ അപഹരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കൃത്യമായ തെളിവുകൾ വളരെ വ്യക്തമായ ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതായത് ഈ ഒരു കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഹൈദരാബാദിൽ നിന്നുള്ള കമ്പനി ഏകദേശം 3 കോടിയിലധികം രൂപ നൽകിയിരുന്നു. എന്നാൽ ഇതിനു പുറമെ വലിയ ഒരു തുക അത് സംഭാവന എന്ന രീതിയിൽ ഈ ദേവസ്വം ബോർഡ് അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 2,50,00,000 രൂപയായിരുന്നു അത് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇതിന് പ്രത്യേകമായ തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രസീറ്റുകളോ ഒന്നും തന്നെ ഈ ഭക്തർക്ക്, അതായത് സംഭാവന നൽകിയവർക്ക് തിരിച്ചു നൽകിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു പുറമെ ഈ സ്വർണം എന്ന രീതിയിൽ കസ്റ്റംസിൽ നിന്നും 9 കിലോഗ്രാം സ്വർണം വാങ്ങുന്നു. ഒപ്പം തന്നെ ഭക്തരിൽ നിന്നുമൊക്കെ വലിയ രീതിയിൽ സ്വർണം വാങ്ങുകയും ഏകദേശം 9,573 ഗ്രാം സ്വർണമാണ് അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയ സ്വർണ്ണ കൊടിമരത്തിലേക്ക് സ്വർണം പൂശുമ്പോൾ അതിൽ 9,340 ഗ്രാം സ്വർണം മാത്രമാണ് അപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ 238 ഗ്രാമിന്റെ കൃത്യമായ രീതിയിലുള്ള ഒരു വ്യത്യാസം കാണുവാൻ വേണ്ടി സാധിക്കും. ഇതിനു പുറമെ ഭക്തരിൽ നിന്നും 326ഓളം സ്വർണം അത് സംഭാവന എന്ന രീതിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും തന്നെ റെസീറ്റ് ഇല്ല എന്നത് ഏറെ നിർണായകമായ സാഹചര്യമാണ്. 27ഓളം ഭക്തരിൽ നിന്നുമാണ് ഇത്തരത്തിൽ സംഭാവന വാങ്ങിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഭക്തരുടെ
ഈ സംഭാവന നൽകിയവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ എവിടെയും എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അഴിമതി അന്നത്തെ UDF-ന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഒപ്പം തന്നെ അജയ് തറയിലായിരുന്നു ഈ ബോർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ UDF നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള ഒപ്പം തന്നെ പണത്തിലും വലിയ രീതിയിലുള്ള കൊള്ള നടത്തിയത് എന്ന് ഏറെ വ്യക്തമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ഈ സ്വർണ്ണ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുന്നേ തന്നെ പലരിൽ നിന്നും ഇത്തരത്തിൽ സംഭാവനയായിട്ട് വലിയ തുക അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വർണം കിട്ടിയിട്ടുണ്ട് എന്നതും വളരെ വ്യക്തമാണ്. 5/6/2017 ഇത്തരത്തിൽ ഒരു സിനിമാ നടനിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് ഭക്തരിൽ നിന്നും 80 ഗ്രാമിന് മുകളിൽ സ്വർണം ലഭിക്കുന്നു. പിന്നീട് 10/6/2017 കൃത്യമായ രീതിയിൽ ഒരു സിനിമാ നിർമ്മാതാവിൽ നിന്നും ഒപ്പം തന്നെ ഭക്തരിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം ലഭിക്കുന്നു. ഒപ്പം 10/6/2017, 11/6/2017 അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായ ഒരു സാഹചര്യമാണ്. എന്നാൽ ഇതൊന്നും എവിടെയാണ് രേഖപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി അന്നത്തെ UDF-ന്റെ ആ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ ഒക്കെ ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഈ കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുക. ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അടച്ചിട്ട കോടതി മുറിയിലാകും ഈ കേസ് പരിഗണിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മനോ.